ഹായ് ഫ്രണ്ട്സ്, ടാക്കി സ്പെഷ്യലിലേക്ക് സ്വാഗതം. ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് ഒരു സ്പെഷ്യൽ ചമ്മന്തിയാണ്. ദോശയ്ക്കും ഇഡ്ഡലിക്കും ചപ്പാത്തിക്കൊക്കെ പറ്റിയൊരു ചമ്മന്തിയാണിത്. രുചികരമായ തട്ടുകട തക്കാളി ചമ്മന്തി എങ്ങനെ നമുക്ക് ഉണ്ടാക്കുന്നത് നോക്കാം. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന സാമാന്യം വലിപ്പമുള്ള 3 തക്കാളി, ഒരു ചെറിയ സബോള, 4 വെളുത്തുള്ളി അല്ലി, പിന്നെ വേണ്ടത് കരിവേപ്പില, കടുക്, വറ്റൽമുളക്, എണ്ണ. തക്കാളി, സവോളയും വെളുത്തുള്ളിയൊക്കെ ഞാൻ നന്നായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു പാനിലേക്ക് ഇച്ചിരി എണ്ണ ഒഴിച്ച് ചൂടാക്കാം. അതിലേക്ക് ആദ്യം ഇടുന്നത് വെളുത്തുള്ളിയാണ്. അപ്പോൾ നമുക്കിടാം. വെളുത്തുള്ളി ചൂടായാൽ നമുക്കതിലേക്ക് സവോള ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് നന്നായിട്ട് ഇളക്കാം. സവോള നന്നായിട്ട് വഴറ്റേണ്ട ആവശ്യമില്ല, ഒന്ന് വാടിക്കിട്ടിയാൽ മതി. അപ്പോൾ സവോള വാടിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. സാധാരണ തക്കാളി ചമ്മന്തിക്ക് അധികം മുളകിടാറില്ല, അതുകൊണ്ട് കുറച്ച് മുളക് പൊടി ഇടാം. തക്കാളി നന്നായിട്ട് വെന്തുടയണം. ഇനി നമുക്കിതിനെ തണുപ്പിക്കാൻ വെക്കാം. ഇനി തണുത്ത ശേഷം മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. ഇനി നമുക്കിതിനെ കടുക് പൊട്ടിച്ചെടുക്കാം. ഇതിൽ വെള്ളമൊന്നും ചേർക്കരുത്. അപ്പോൾ നമ്മുടെ തട്ടുകട തക്കാളി ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കുഞ്ഞു കുഞ്ഞു റെസിപ്പിയായി ഞാൻ വീണ്ടും വരും. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത റെസിപ്പിയായി ഞാൻ വീണ്ടും വരും. ബൈ.